നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. ആക്ട്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ സ്നേഹസ്പർശം ഫിസിയോതെറാപ്പി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. വിവിധ സ്കൂളുകളിൽ വാർഷികാഘോഷ പരിപാടികൾ നടന്നു. വാർത്തകൾ തുടരുന്നു. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്താനാണ് പരിപാടി. വർഷങ്ങളായി വാടാനപ്പള്ളി ആൽമാവിനടുത്ത് കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചു വരുന്നത്. വാടക കെട്ടിടത്തിലായതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ സർക്കാർ സഹായം ലഭ്യമാകാത്തതിനാൽ കെട്ടിടം ശോച്യാവസ്ഥയിലായിരുന്നു. കെട്ടിടത്തിന്റെ ഉള്ളിലെ കോൺക്രീറ്റ് അടർന്നു വീണ് പോലീസുകാർക്ക് പരിക്കുപറ്റിയ സംഭവവും ഉണ്ടായിട്ടുണ്ട്. കെട്ടിടത്തിന്റെ അപകട ഭീഷണി കാരണം പോലീസുകാർക്ക് കെട്ടിടത്തിനുള്ളിൽ ജോലി ചെയ്യാൻ പ്രയാസം നേരിട്ടത് ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. MLA ആയിരുന്ന PA മാധവൻ സ്ഥലം കിട്ടിയാൽ കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കാമെന്ന് ഉറപ്പു നൽകി. നേതാക്കളും പൊതുപ്രവർത്തകരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഇടപെട്ടതോടെ പ്രവാസിയായ MA യൂസഫ് അലി സ്ഥലം വാങ്ങാൻ 10 ലക്ഷം രൂപ നൽകാമെന്നും ഉറപ്പു നൽകി. ഈ തുക ഉപയോഗിച്ച് തൃശൂർ റോഡിലെ ധന്യ റിസോർട്ടിന് വടക്കുഭാഗത്ത് സ്ഥലം വാങ്ങുകയായിരുന്നു. MLAയുടെ ഇടപെടലിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതിയ പോലീസ് സ്റ്റേഷൻ പണിയുന്നതിന് ഫണ്ട് അനുവദിച്ചു. 2015 ഒക്ടോബർ 2 ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കെട്ടിടത്തിന് തറക്കല്ലിട്ടു. 10 മാസം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ടായതിനാൽ നിർമ്മാണത്തിന് തടസ്സം നേരിട്ടു. സ്വകാര്യ വ്യക്തി പരാതിയും നൽകി. 2018 പ്രളയത്തിൽ ഇവിടെ വെള്ളം കയറിയിരുന്നു. രണ്ടാം പിണറായി വിജയന്റെ ഭരണകാലത്ത് വീണ്ടും പണി ആരംഭിക്കുകയായിരുന്നു. മണ്ണിട്ട് ഉയർത്തി അതിവേഗം കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കുകയായിരുന്നു. മഴയിൽ ചുറ്റുപാടും ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. ഇവിടേക്ക് റോഡും നിർമ്മിച്ചു. കാഞ്ഞാണി സെന്റ് തോമസ് ദൈവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഒരുക്കിയ ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം ഫാദർ അജിത് ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. നമ്മൾ ഇന്ന് കാഞ്ഞാണി ഇടവകയുടെ തിരുനാളാഘോഷത്തിൻ്റെ ഏറ്റവും അടുത്തൊരുക്കത്തിലാണ്. നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിന് മുന്നോടിയായിട്ട് നമ്മുടെ ഈ മനോഹരമായ ദേവാലയം അതിമനോഹരമായി ദീപാലങ്കാര പ്രഭയിൽ ഇങ്ങനെ പ്രശോഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പള്ളി അങ്കണം തിരുനാളിനായി ഒരുങ്ങി പ്രകാശപൂരിതമാകാൻ പോവുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും മംഗളങ്ങളും തിരുനാളിൽ ഞാൻ നേരുകയും ചെയ്യുന്നു. എല്ലാവരും ഇങ്ങോട്ട് വരണം. ഈ ശനി ഞായറാണ് തിരുനാൾ. 10-11 ദിവസം. ആ 2 ദിവസങ്ങളിൽ തിരുനാളിൻ്റെ എല്ലാ തിരുക്കർമ്മങ്ങളിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യും. ശനിയാഴ്ച രാവിലെ ലതിഞ്ഞ് വിശുദ്ധ കുർബാന, നൊവേന, കൂടുതുറയ്ക്കൽ എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ദാവീദ് വിധേയത്തിൽ കാർമ്മികനായി. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് നടത്തുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ പ്രവീൺ പുത്തൻചിറക്കാരൻ സഹകാർമ്മികനാകും. ഫാദർ ടൈസൺ മണ്ടുംപാൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാന തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും നടത്തും. ജനുവരി 12 രാവിലെ മരിച്ചവരെ അനുസ്മരിച്ച് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും. ചടങ്ങുകൾക്ക് ജനറൽ കൺവീനർ ജോസഫ് മാങ്ങൻ, കൈക്കാരന്മാരായ ജോസി ബി ചാക്കോ, നിക്സൺ ഫ്രാൻസിസ്, ഡെന്നിസ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 106ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരൻ ഭൂലോക ബണ്ടൽ ബാലൻ, എന്റെ പേര് ബാലൻ എന്നാണ് അവരെ ഞങ്ങൾ വിളിച്ചിരുന്നത്. ഭൂലോക ബണ്ടൽ ബാലൻ. ബണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
പിണറായി വിളിച്ചൊക്കെ അർത്ഥം അറിയാം. ഭൂലോകമണ്ഡൽ ബാലൻ പറഞ്ഞു ഇത് കൊടുങ്കാറ്റാണ്. അപ്പൊ അവൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ നിർത്തില്ല. വിജയലക്ഷ്മി PTA പ്രസിഡന്റ് PB ജോഷി അധ്യക്ഷത വഹിച്ചു. ദേശീയ സംസ്ഥാനതല മത്സരങ്ങളിൽ മെഡലുകൾ ലഭിച്ച താരങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ CS പ്രദീപ് മാസ്റ്റർ, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു ശിവദാസ്, സുനിത ബാബു, സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ കൊട്ടേക്കാട്, സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത P രവീന്ദ്രൻ, ഹെഡ്മിസ്ട്രസ് ജയന്തി N മേനോൻ, PTA വൈസ് പ്രസിഡന്റ് കണ്ണൻ കൂട്ടാല, മാതൃസംഘം പ്രസിഡന്റ് ഷാരി ജുബിൻ, സ്റ്റാഫ് സെക്രട്ടറി ബിജോയ് B എരണേഴത്ത്, സ്കൂൾ ചെയർമാൻ TS ദേവദത്ത്, പ്രോഗ്രാം കൺവീനർ EV ദിനേശ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കാഞ്ഞാണി സെന്റ് തോമസ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് തെക്കേ അമ്പു സമുദായം സാംസ്കാരിക രാവ് സംഘടിപ്പിച്ചു. കാഞ്ഞാണി ശ്രീ ശങ്കരാഷഡ് സെന്റ് സെബാസ്റ്റ്യൻ നഗറിൽ നടത്തിയ സാംസ്കാരിക രാവ് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പരിപാടികളിൽ തെക്കേ ഭാഗത്തുള്ള അമ്പു സമുദായത്തിൻ്റെ പരിപാടിയാണ് ഇന്നിവിടെ സാംസ്കാരിക രാവ് എന്ന പേരിൽ ഇവിടെ എനിക്ക് തോന്നുന്നു അടുത്തൊന്നും ഇതുപോലെ ഒരു പരിപാടി നമ്മൾ നടന്നു കണ്ടിട്ടില്ല. ഏറ്റവും മനോഹരമായി ഈ പ്രദേശത്തുള്ള തെക്കേ സമൂഹത്തിൻ്റെ പ്രിയമുള്ള നാട്ടുകാരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടാവുക. നമ്മുടെ ഈ നാട്ടുകാർക്ക് സാംസ്കാരിക രാവ് എന്ന നിലയിൽ ഇവിടെ കുറച്ച് പേര് കലാകാരന്മാർ വന്ന് നമുക്ക് സംഗീത വിരുന്നൊരുക്കാണ്. ബ്രിൻഡോ നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. മോഹിനിയാട്ടം നർത്തകി സോന സണ്ണിയെ ചടങ്ങിൽ ആദരിച്ചു. അഡ്വക്കേറ്റ് സന്തോഷ് മണ്ടുംപാല, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ, അരുൺ തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സാഗരിക തൃശൂർ അവതരിപ്പിച്ച മ്യൂസിക് ഫ്യൂഷൻ ഗാനമേളയും വിവിധ നൃത്യങ്ങളും അരങ്ങേറി. ചാഴൂർ ശ്രീ നാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ വാർഷികാഘോഷ പരിപാടികൾ നടത്തി. ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളൊക്കെ കാണാനും സാധിച്ചത് എൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ 82 വർഷം പിന്നിടുന്നു എന്ന് പറയും. നമുക്കറിയാം വളരെയധികം മാറ്റങ്ങൾ വന്ന് പുതിയ മുഖത്തോടു കൂടിയിട്ട് സ്കൂൾ വളരെ ഭംഗിയായിട്ട് നിലകൊള്ളുകയാണ്. എന്നും ഞങ്ങൾ ഈ വഴിക്കൊക്കെ പോകുമ്പോൾ എന്നും ശ്രദ്ധിക്കാറുള്ള
ഒരു സ്കൂൾ അങ്കണം കൂടിയാണ്. കാരണം ഇപ്പോൾ റോഡിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു അങ്കണം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ സ്കൂളിൽ വന്ന മാറ്റവും സ്കൂളിൻ്റെ മുഖച്ഛായയും വളരെ ഭംഗിയോട് കൂടിയിട്ട് പുതിയ കെട്ടിടങ്ങളും അതിലും കളിസ്ഥലങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ ഇവിടുത്തെ ഇതിൻ്റെ പ്രവർത്തകരെല്ലാം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ഒരു സന്തോഷം കൂടിയുള്ള കാര്യം കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഒരു സ്കൂൾ അങ്കണവും നമ്മളെ പഠിപ്പിച്ച പ്രാഥമിക ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകരും നമ്മൾ സ്നേഹവും ഇഷ്ടവും നമ്മളെ തലോടിയും തൊട്ടുതലോടിയൊക്കെ നമ്മൾ മുന്നോട്ട് നയിച്ച, സ്നേഹം കൊണ്ടും ശാസനം കൊണ്ടും മുന്നോട്ട് നയിച്ച അമ്മമാരെ പോലുള്ള അധ്യാപകരൊക്കെ എല്ലാവരും മനസ്സിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ മരിക്കുന്നതുവരെ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും നമ്മൾ മറക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. PTA പ്രസിഡന്റ് കവിത കൃഷ്ണ അധ്യക്ഷയായി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് TS സുനി, വാർഡ് മെമ്പർ ഷാജി TS, പ്രിൻസിപ്പൽ ഇൻചാർജ് നൈസൺ പൗലോസ്, മദർ PTA പ്രസിഡന്റ് മെൽറ്റ ലിജോ, PTA വൈസ് പ്രസിഡന്റ് രതീഷ് TV, PTA മെമ്പർ KP കണ്ണൻ, സ്കൂൾ ചെയർമാൻ ശ്രീലക്ഷ്മി AS എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും PTA അംഗങ്ങളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ആലപ്പാട് വട്ടോലി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ തോറ്റംപാട്ട് മഹോത്സവം ആഘോഷിച്ചു. ഗണപതി ഹവനം തുടർന്ന് ദേവീകളം, ശേഷം മേളത്താലവരവോടെ കളത്തിലേക്ക് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. കളത്തിൽ പറയെടുപ്പുണ്ടായി. ശേഷം വൈകിട്ട് മഞ്ഞപ്പൈറ്റടി, ദീപാരാധനയ്ക്ക് ശേഷം ദേവിയുടെ രൂപക്കളം, മേളത്താലവരയോടെ ദേവിയുടെ രൂപക്കളത്തിലേക്ക് എഴുന്നള്ളിപ്പുമുണ്ടായി. പുലർച്ചെ ഗുരുതിയോടെ തോറ്റംപാട്ട് മഹോത്സവത്തിന് സമാപനം കുറിച്ചു. ക്ഷേത്രതന്ത്രി ചേറ്റുപുഴ വിശ്വനാഥൻ, ക്ഷേത്രം മേൽശാന്തി നിജിത് ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് അരവിന്ദാക്ഷൻ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി ഗൗതമൻ, രക്ഷാധികാരി മോഹനൻ, മനോജ് എന്നിവർ നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഹേയ്, ഒരു നിമിഷം. വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം. അതും വെറും 6% പലിശയിൽ ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക്കറ്റ് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക്കറ്റ് ടാറ്റയെ വിളിക്കൂ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ച് SDPI ജാഗ്രതാ മിറർ സ്ഥാപിച്ചു. നിരന്തരമായ അപകട സാധ്യത കണക്കിലെടുത്ത് ചിലങ്ക റോഡ് നിന്ന് അഞ്ചങ്ങാടി തിരിയുന്ന മേഖലയിൽ ഒരു മിറർ സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് തെരഞ്ഞെടുപ്പിന് ശേഷം മിറർ സ്ഥാപിക്കുമെന്ന ഉറപ്പാണ് SDPI പാലിച്ചത്. മിററും സൂചനാ ബോർഡും പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ പുതിയ വീട്ടിൽ നാടിന് സമർപ്പിച്ചു. സെക്രട്ടറി മുഫസൽ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മായിൽ, 17ാം വാർഡ് മെമ്പർ നൌഫൽ വലിയകത്ത്, ബ്രാഞ്ച് ഭാരവാഹികളായ മുഹമ്മദ് ഷാഫി, നൌഫൽ, ഇൻഷാദ്, ഇർഷാദ്, ഇഹ്സാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തൃപ്രയാർ വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിന്റെ സംഭാവന കൂപ്പൺ ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനം ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിച്ചു. ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ഏലൂർ വേണുഗോപാലൻ മാസ്റ്റർ നവരശ്മി തൃപ്രയാർ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി. തുടർന്ന് പ്രതാപൻ വെങ്ങാലി, വാസു പൂതം വീട്ടിൽ, പീതാംബരൻ ചക്കാമടത്തിൽ, അരുൺ ചെമ്പിപ്പറമ്പിൽ, ബിജു വാഴക്കുളത്ത്, സ്മിത ഘോഷ് വാഴക്കുളത്ത്, പ്രേമശശിധരൻ ഞായിങ്ങാട്ട്, പ്രസാദ് ഏലൂർ എന്നിവരും ചടങ്ങിൽ വെച്ച് കൂപ്പൺ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ക്ഷേത്ര മേൽശാന്തി TK സുധൻ ശാന്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുഖ്യ രക്ഷാധികാരി PK സുഭാഷ് ചന്ദ്രൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വാഴക്കുളത്ത്, സെക്രട്ടറി AN സിദ്ധപ്രസാദ്, ട്രഷറർ KK ശ്രീരാമൻ, പ്രേംദാസ് EVN, ഷാജി പുളിക്കൽ, ശശി മാറാട്ട്, രാമദാസ്, മണികണ്ഠൻ ഒളവട്ടത്ത്, ശങ്കരനാരായണൻ, വിമല പ്രതാപൻ, സജി ഷാജി, തങ്കമണി ത്രിവിക്രമൻ, അംബിക വാഴക്കുളത്ത്, ലക്ഷ്മി തിലകൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുക. എന്തായാലും ഇവിടെ വരുമ്പോഴും ഞാൻ ആദ്യ കാലത്ത് വരുന്ന ക്ഷേത്രത്തിൻ്റെ എപ്പോഴും പറയുന്നൊരു കാര്യം കൂടിയാണ്, എത്രയോ മാറ്റങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം കൂടിയാണ്. ഇനിയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ കൂട്ടായിട്ടുള്ള പ്രാർത്ഥനയും എല്ലാവരുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനവും ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധിയും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ആകെയുള്ള അഴകും കൂടി വർദ്ധിപ്പിക്കും. അതുപോലെ ഭഗവാന്റെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ചൈതന്യ വർദ്ധനവിനും ഈ നമ്മുടെയൊക്കെ പ്രസൻസ് അതൊരു ഭാഗം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.
വാടാനപ്പള്ളി തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 71ാം വാർഷികാഘോഷവും യാത്രയയപ്പും നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ കുറേയധികം പ്രഗത്ഭർ വാർത്തെടുത്ത ഈ സ്കൂളിൻ്റെ വാർഷികാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം അറിയിക്കുകയാണ്. കലാരംഗത്തും സ്പോർട്സിലും വളരെയധികം പുരസ്കാരങ്ങൾ വാങ്ങിയെടുത്തിട്ടുള്ള കുട്ടികൾ, ഇതുപോലെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ സഹായിക്കുന്ന അധ്യാപകർ എല്ലാവർക്കും ഈ സ്കൂളിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനിയും ഈ സ്കൂളിൻ്റെ സൽപ്പേര് നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർഷികാഘോഷ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത മുഖ്യാതിഥിയായിരുന്നു. ദീർഘകാലത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന അധ്യാപിക TS അമ്പിളി, ഓഫീസ് സ്റ്റാഫ് CR അജിത് പ്രസാദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രിൻസിപ്പൽ NK സുരേഷ് കുമാർ, ഹെഡ് മിസ്ട്രസ് CB നിഷ, മാനേജർ KV സദാനന്ദൻ, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം KS ധനീഷ്, PTA പ്രസിഡന്റ് ഷിർഷാദ് അലി അരയങ്കര, റിട്ടയേർഡ് പ്രിൻസിപ്പാൾ KR കല, മദർ PTA പ്രസിഡന്റ് ഷീന സന്തോഷ്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ KV റോഷ്നി, റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് CS ഷൈജ, ഷീന പോൾ, MG ഷിജു, മുഹമ്മദ് നൌഫൽ, KS ഫിദ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ആക്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ സ്നേഹസ്പർശം ഫിസിയോതെറാപ്പി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. 2017 ആംബുലൻസ് നൽകിയ വലപ്പാട് എരുവത്തിങ്കൽ ജോസ്മരണാർത്ഥം തൃപ്രയാർ സ്റ്റേഡിയത്തിൽ അനുവദിച്ചു നൽകിയ സ്ഥലത്ത് നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആക്സ് പ്രസിഡന്റും നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ P വിനു അധ്യക്ഷത വഹിച്ചു. മുൻ MP-യും TSGA ചെയർമാനുമായ TN പ്രതാപൻ, TSGA ജനറൽ സെക്രട്ടറി CG അജിത് കുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ആക്സ് സെക്രട്ടറി സന്തോഷ് മാടക്കായി, ആക്സ് തൃശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ജബ്ബാർ, ഡോക്ടർ സിനിൽ എന്നിവർ സംസാരിച്ചു. ആക്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ രക്ഷാധികാരി റിട്ടയേർഡ് RDO TK ഷൺമുഖനെ MLA പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഹരിതകർമ്മസേന അംഗം K നസീമയെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ആദരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TP സോമൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് അംഗം KK സന്തോഷ്, ആക്സ് തൃപ്രയാർ ബ്രാഞ്ച് ജോയിന്റ് സെക്രട്ടറി വാസൻ KR എന്നിവർ സംസാരിച്ചു. ഇപ്പം നമ്മുടെ സൗജന്യമാണ് എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നിയത്. അതിന് മുമ്പ് ഞാനും പ്രസിഡന്റും കൂടി നമ്മുടെ തൃപ്രയാർ ഗസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ വണ്ടി ഒരു വലിയ തുടക്കം കുറിച്ചുകൊണ്ട് ചില പരിപാടികൾ തയ്യാറാക്കി എന്നോട് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുകയുണ്ടായി. അപ്പോൾ ക്ലബ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നോട് പ്രസിഡന്റ് പറയേണ്ടായി, നമുക്ക് കുറച്ച് സഹായങ്ങളൊക്കെ സർക്കാരിൽ നിന്ന് ലഭിക്കണം, അതെന്താണെന്ന് MLA ചെയ്തു തരണം എന്ന് പറയേണ്ടായി. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു, നിയമപരമായുള്ള കാര്യങ്ങൾ എനിക്കപ്പോൾ തോന്നി നമ്മുടെ പ്രസിഡന്റ് അങ്ങനെ അഹന്തതയില്ല എന്ന് തോന്നി. അധികാരം ഇല്ലാത്തപ്പോൾ തന്നെ എന്നോട് പറയാൻ ഇതൊക്കെ വേണം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഞാൻ ഉൾക്കൊണ്ടു. എന്തായാലും ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, നമ്മുടെ നിയമപരമായ എല്ലാ സഹായങ്ങളും ആര് ഭരിക്കട്ടെ എന്തൊക്കെ ചെയ്യട്ടെന്ന വിഷയമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 4.5 വർഷക്കാലമായി ഇവിടെയുള്ള നമ്മുടെ മണ്ഡലത്തിലെ 9 പഞ്ചായത്തിലും പല പഞ്ചായത്തുകൾ വേറെ പാർട്ടിക്കാർ ഭരിക്കണമെങ്കിൽ പോലും കാര്യമായ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. രാഷ്ട്രീയം എൻ്റെ മനസ്സിലില്ല, ഉണ്ടായിരുന്നു. MLA ഇപ്പോൾ അതൊക്കെ പോയി. വലപ്പാട് ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലെ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകൾക്കുള്ള ഏകദിന സെമിനാർ നടന്നു. ദയാ ഹോസ്പിറ്റലിൽ ആൻഡ് എമർജൻസി സെന്റർ, ദയാ ഹോസ്പിറ്റൽ തൃശൂർ എന്നിവയുടെ സഹകരണത്തോടുകൂടി അത്യാഹിത ഘട്ടങ്ങളിലെ പ്രാഥമിക പരിശീലനത്തോടനുബന്ധിച്ചുള്ള പരരക്ഷ എന്ന ഏകദിന സെമിനാറാണ് നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിലെ 200ഓളം വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു. തൃശൂർ ജൂനിയർ റെഡ് ക്രോസ് റവന്യൂ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ
ട്വീൻസി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഉപജില്ലാ ജൂനിയർ റെഡ് ക്രോസ് കോർഡിനേറ്റർ സിമ്പിൾ ടീച്ചർ, വാടാനപ്പള്ളി കമല നെഹ്റു മെമ്മോറിയൽ സ്കൂളിലെ ആതിര ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ബ്രഹ്മപുത്രന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് പരരക്ഷ എന്ന പരിശീലന ക്ലാസ് കുട്ടികൾക്ക് നൽകിയത്. നെഞ്ചിൽ നമ്മൾ പ്രസ് ചെയ്യാൻ തുടങ്ങുക. നേരത്തെ പറഞ്ഞ പോലെ നെഞ്ചിലിങ്ങനെ 2 ഇഞ്ച് ആഴത്തിൽ 30 തവണ ഒരു സെക്കൻഡിൽ 2 എന്ന സ്പീഡിൽ ചെയ്തുകൊണ്ടേയിരിക്കുക. ആംബുലൻസ് വരുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ആംബുലൻസിലേക്ക് കയറ്റുക, അത് ചെയ്തുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഊതി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, അതാണ് പറഞ്ഞത്, അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാരെങ്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് വായ വെച്ച് ശ്വാസം ഊതി കൊടുക്കാൻ മടിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കൂട്ടുകാരാണെങ്കിലും നമ്മൾ ചെയ്യും. പക്ഷേ ഒരു പരിചയമില്ലാത്ത ഒരാൾ വീണ് കിടക്കുകയാണ്, അയാൾ ഛർദ്ദിച്ചിട്ടുണ്ടാവും, അയാളുടെ വായിൽ നിന്ന് രക്തം വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരാൾക്ക്, ഒരു പരിചയമില്ലാത്ത ഒരാൾ, ഛർദ്ദിച്ച് കിടക്കുന്ന ഒരാൾ, വായിൽ നിന്ന് രക്തം വന്ന ഒരാൾ, ഞാൻ എങ്ങനെ വായ വെച്ച് കാര്യം ടവലൊക്കെ വെച്ചിട്ടാണെങ്കിലും എങ്ങനെ ശ്വാസം ഊതി കൊടുക്കുന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ വിഷമിച്ച് തലയുറിഞ്ഞ് നിൽക്കും. അപ്പോൾ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറപ്പോ വെറുപ്പോ വായ വെച്ച് ശ്വാസം ഊതി കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട എന്ന് വെച്ച് നെഞ്ചത്ത് അമർത്താതിരിക്കും. നെഞ്ചിലമർത്തുന്നതിനകത്ത് ഒരു എക്സ്ക്യൂസും ഇല്ല. ചെരിഞ്ഞ് നെഞ്ചുരും താഴെന്നുള്ളത് ചെരിഞ്ഞ് നോക്കുക. കാരണം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചെരിഞ്ഞ് നോക്കണം എന്ന് പറയുന്നത്. ചെരിഞ്ഞ് നോക്കുന്നു, പൾസും ഇല്ല, ബ്രീത്തിങ്ങും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനടി സ്റ്റാർട്ട് CPR ആണ്. അതായത് നമ്മുടെ ഹീൽ ഓഫ് ദ ഹാൻഡ് കറക്റ്റ് 2 നിപ്പിളിൻ്റെയും നടുക്ക് നമ്മൾ വെക്കുന്നു. ലോക്ക് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കണം. എന്നിട്ട് നമ്മൾ കറക്റ്റ് നമ്മൾ കയറി നിൽക്കണം. ഷോൾഡർ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. നമ്മൾ കൈമുട്ട് വളയാൻ പാടില്ല. എന്നിട്ട് നമ്മൾ അമർത്തുകയാണ് ചെയ്യുന്നത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ സിവിൽ സർവീസ് സ്വപ്നം വളർത്തുന്നതിനും ഭരണസേവനങ്ങളുടെ പ്രാധാന്യം നേരിട്ട് പരിചയപ്പെടുത്തുന്നതിനുമായി സിഗാർഡ് തൃപ്രയാറിൽ ഫ്രം ഡ്രീം ടു ഡെസ്ക് മീറ്റ് ആൻ IAS ഓഫീസർ എന്ന പ്രചോദനാത്മക പരിപാടി സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് തൃപ്രയാറിലുള്ള സിഗാർഡ് നോളജ് വില്ലേജിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ MC റെജിൽ IAS വിദ്യാർത്ഥികളുമായി സംവദിച്ചു. തന്റെ വിദ്യാഭ്യാസ യാത്ര, സിവിൽ സർവീസ് തയ്യാറെടുപ്പുകൾ, ജീവിതാനുഭവങ്ങൾ എന്നിവ അദ്ദേഹം പങ്കുവച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് AS നാസറുദ്ദീൻ തങ്ങൾ അധ്യക്ഷനായി. മിലൺ മിൻഡോ T, MA ദിൽഷാദ് മാസ്റ്റർ, TP മുഹമ്മദ് ഷരീഫ്, കുമാരി ബാലമണി, ആരാധ്യ VV, പൗർണമി ടീച്ചർ, മാസ്റ്റർ അധിരിത് VS എന്നിവർ സംസാരിച്ചു. നിങ്ങളെല്ലാവരും അസംബ്ലി ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കരിയറിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മേഖലയിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അനുബന്ധമായിട്ടുള്ള സജ്ജീകരണം ഇവിടെ അവർ ഒരുക്കുന്നുണ്ട്. ഇവിടുത്തെ ഇൻപുട്സ് വെച്ച് പരമാവധി നിങ്ങൾ നന്നായി ശ്രമിക്കുക. അവനവൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് റിയലൈസ് ചെയ്യുക. ഏതെങ്കിലും സ്ഥലത്ത് വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിന് ക്യാപിറ്റലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭാവം തരുന്നു. നേരത്തെ മാർക്സ് സൂചിപ്പിച്ച പോലെ തന്നെ 10 ദിവസം കഴിഞ്ഞ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ നടത്തുകയാണ്. അങ്ങനെ ഫസ്റ്റ് മൈൽസ്റ്റോൺ അതാണ്. അത് മാക്സിമം ട്രൈ ചെയ്യാം. അതിൽ കുറച്ച് പേര് ആ ഹഡിൽസിൽ തട്ടി താഴെ വീഴും, കുറച്ച് പേര് ഓവർകം ചെയ്യും. പുന്നയൂർകുളം അമൽ ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് നടന്ന സഹോദയ കിഡ്സ് ഫെസ്റ്റിൽ തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂൾ വിജയകിരീടം ചൂടി. പുന്നയൂർകുളം അമൽ ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന സഹോദയ കിഡ്സ് ഫെസ്റ്റിൽ തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂൾ വിജയകിരീടം ചൂടി. ഇത് 2ാം തവണയാണ് ലെമർ പബ്ലിക് സ്കൂൾ ചാമ്പ്യന്മാരാകുന്നത്. 55 സ്കൂളുകളിൽ നിന്നായി 2500-ൽ പരം മത്സരാർത്ഥികൾ മാറ്റുരച്ച മത്സരവേദിയിൽ കാറ്റഗറി 1, 2 വിഭാഗത്തിൽ ലെമർ ചാമ്പ്യൻഷിപ്പ് നേടി. ഇതുകൂടാതെ സ്കൂൾ തലത്തിൽ ലെമർ ഓവറോൾ ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപക അനധ്യാപകരെയും സ്കൂൾ മാനേജ്മെന്റും പ്രിൻസിപ്പാളും അഭിനന്ദിച്ചു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ഉപജില്ലാ സമ്മേളനം നടന്നു. ചന്ദ്രാപിനിയിൽ ചേർന്ന KATF വലപ്പാട് ഉപജില്ലാ സമ്മേളനത്തിൽ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് അദീബ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA സാദിഖ്, ജില്ലാ പ്രസിഡന്റ് മുഹസിൻ പാടൂർ, ഉപജില്ലാ സെക്രട്ടറി MA ഫൈസൽ, വനിതാ ചെയർപേഴ്സൺ സുമയ്യ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി വലിയകത്ത് കുടുംബസംഗമം സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി വാഫി കോളേജ് പരിസരത്ത് നടത്തിയ ചടങ്ങിൽ VA നിസാർ അധ്യക്ഷത വഹിച്ചു. AA യൂസഫ് സ്നേഹ സന്ദേശം നൽകി. VA താജു, PM ഷാഹുൽ ഹമീദ്, PM അബ്ദുൾ റഹ്മാൻ, KS ജലീൽ, VA സെയ്ദ് മുഹമ്മദ്, PA അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ആ വെടിക്കുട്ടി അതിലൊന്നും കൊളുത്തണം കണ്ട
കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന സ്വർണ്ണക്കപ്പിന്റെ വരവേൽപ്പിനായുള്ള നാട്ടിക നിയോജക മണ്ഡലത്തിലെ സംഘാടക സമിതി രൂപീകരിച്ചു. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക നിയോജക മണ്ഡലത്തിലെയും വലപ്പാട് സബ് ജില്ലയിലെയും പ്രധാന അധ്യാപകരും ജനപ്രതിനിധികളും PTA, MPTA, SMC പ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അമൽ ടി പ്രേമൻ, PI സജിത എന്നിവർ സംസാരിച്ചു. ജനുവരി 12-ന് വലപ്പാട് സ്കൂളിൽ എത്തിച്ചേരുന്ന സ്വർണ്ണക്കപ്പിന് വിപുലമായ രീതിയിൽ സ്വീകരണം നൽകുന്നതിന് വേണ്ട കാര്യപരിപാടികൾ തയ്യാറാക്കി. യോഗത്തിൽ AEO അമ്പിളി, പ്രധാനാധ്യാപിക ഷീജ, സ്കൂൾ PTA പ്രസിഡന്റ് ഷഫീഖ് വലപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ ചെയർമാനായും സ്കൂൾ പ്രിൻസിപ്പൽ PS സാവിത്രി കൺവീനറായും സംഘാടക സമിതി രൂപീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. ആക്ട്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ സ്നേഹസ്പർശം ഫിസിയോതെറാപ്പി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. വിവിധ സ്കൂളുകളിൽ വാർഷികാഘോഷ പരിപാടികൾ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.